ഹലോ, എല്ലാവർക്കും വിദ്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞാനിന്ന് രാവിലെ എണീറ്റിട്ട് അരിക്ക് അല്ലെങ്കിൽ ചോറിന് വെള്ളം അടുപ്പത്തിടാനുള്ളതുകൊണ്ട് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ കലത്തിലാണ് ഞങ്ങളിവിടെ ചോറ് വെക്കുക. അപ്പം ചോറ് വെടക്കായി ഒന്നും പോകില്ല പെട്ടെന്ന്. അപ്പം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ വെച്ചിട്ട് കാപ്പി കുടിക്കാം. കാപ്പിക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്പുമാവാണ്. റവപ്പൊടിയുടെ ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതും ഉപ്പുമാവും കഴിച്ചിട്ട് കുറച്ച് ജോലികളുണ്ട്. ഇന്ന് ഞാൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചക്ക പറിക്കാനൊക്കെ പോകണം. നമുക്ക് ചായ കുടിക്കാം. ചായക്ക് ഉപ്പുമാവും പാൽ ചായയും ഉണ്ട്. എന്നും പാൽ ചായ ഉണ്ടാവില്ല, ചിലപ്പം കട്ടനായിരിക്കും ഉണ്ടാവുക. ഇന്ന് പാൽ ചായ ഉണ്ട്. അപ്പം പാൽ ചായയും ഉപ്പുമാവിൻ്റെ കൂടെ പഴമാണ് കഴിക്കുന്നത്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പഴം. ഇതിപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മധുരവും ഉണ്ട്, നല്ലോണം പഴുത്തിട്ടുമുണ്ട്. ചായ അരിച്ചിട്ടുണ്ട്. 2 ചായ ഞാനും ഏട്ടനും ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുടിക്കുകയാണ്. ചായ വൈകിയാണ് എണീക്കൽ. നേരത്തെ എണീക്കലില്ല, വൈകിട്ടാണ് എണീക്കൽ. ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചക്ക പറിക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചക്ക അധികം മൂക്കാത്ത വെടക്കായി പോകുന്നൊരു ചക്കയാണ്. അതായത് ചെറുതിലെ തന്നെ കേടായി പോകുന്ന പോലത്തെ ഒരു ചക്ക പ്ലാവാണിത്. ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ടാണ് ചക്കയുടെ നോക്കുന്നുണ്ട്, പക്ഷെ വീഴുന്നില്ല. അപ്പം ലാസ്റ്റ് ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം. ഇത് വീഴുമെന്ന് തോന്നുന്നുണ്ട്. വീണിട്ടുണ്ട്. അപ്പോൾ ചക്ക വീണു. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചക്കയ്ക്ക് ചെറിയൊരു കേട് പോലെ ഉണ്ട്. ഇതിങ്ങനെ ആവും, പിന്നെ ഇത് വളരില്ല, അധികം കായൊന്നും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും തോരൻ വെക്കാം, എടുക്കാം. ഈ പരുവത്തിലാണ് തോരൻ വെക്കുക. ഇത് ഇന്നലെ ഞാൻ വൈകിട്ട് എൻ്റെ ക്യാബേജ് എല്ലാം ഞാൻ മാറ്റി നട്ടതാണ്. ചെറിയ കവറ് വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലോട്ടൊക്കെ മാറ്റി നടത്തു. ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വളമൊക്കെ വാങ്ങിയിട്ട് കൊടുക്കണം. കണ്ടോ, അതിലൊരു പുഴു വന്നിട്ടുണ്ട്. ആ ഇലയിലൊരു പുഴു, അത് എടുത്ത് മാറ്റണം. ആ ഇല പിച്ചി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ ചീര നട്ടാന്ന് പറഞ്ഞാൽ. ചീര അത്യാവശ്യം വളർന്ന് വരുന്നുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുള്ള് ഞാൻ വാക്കത്തി കൊണ്ടാണ് വെട്ടിക്കളയുക കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടൊരു 4 വിസിൽ വരെയൊക്കെ ഞാൻ അടിക്കും. അപ്പോൾ നല്ലോണം വെന്ത് വരുമ്പോൾ തോരൻ്റെ പരുവായിട്ട് വെന്ത് വരുന്നുണ്ട്. അത്യാവശ്യം ഉണ്ട്. വൈകിട്ടും കൂടെ എടുക്കാൻ കണക്കാക്കിയാണ് എടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഇതിനുള്ള അരപ്പാണ്. തേങ്ങയുണ്ട്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള പച്ചമുളകാണ്, പിന്നെ ജീരകം. ഇതിൽ വെളുത്തുള്ളി അരക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വൈകിട്ട് അവസാനം ഞാൻ വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നുണ്ട്. ചതച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും മതിയായിട്ട് അരിഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ. ഒരു തരി പോലെ ചതച്ചെടുക്കുക. പെട്ടെന്ന് ചൂടുള്ളതുകൊണ്ടാണ് കൈ അങ്ങനെ വെക്കുന്നത്. ചൂടുണ്ട് അതിന്. മെല്ലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകും ഞാൻ കുറച്ച് ഉഴുന്നും അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കടിക്ക് വേണ്ടി, ഒരു കടി കിട്ടാനുള്ളൊരു ടേസ്റ്റിന് വേണ്ടി ഞാനിതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ ഇനിയിപ്പം ഇതിൽ കുറച്ച് കളറ് കുറവുണ്ട്. ഞാൻ ഫോട്ടോയിൽ കാണുമ്പോൾ കളർ കുറവുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ആവശ്യത്തിന് ഇട്ടേക്കുന്നുണ്ട്, വേറെ ഒന്നും ഇടുന്നില്ല. 2 മുളക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ചതച്ചതാണിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ലേശം ഇട്ട് കൊടുക്കാം. ഉപ്പ് കാണുമ്പോൾ തോനെയാണെന്ന് തോന്നുമെങ്കിലും വീണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അത്ര അധികം ഇല്ലായിരുന്നു. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സാക്കി. ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ചതച്ചിട്ടതാണിത്. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം ചൂടായിട്ട് ഇളക്കി വാങ്ങി വെക്കാം. തേങ്ങ ഒന്ന് ചൂടായാൽ മതി. അധികം അങ്ങനെ കരിഞ്ഞു പോകും ചട്ടി ആയതുകൊണ്ട്. ഇനി കറിക്കുള്ള മുരിങ്ങയിലയാണ്. ഇത് ഞാൻ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ മുരിങ്ങയാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിക്കാർ വെട്ടിക്കളഞ്ഞതിന് ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ച് നട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പ് കൂട്ടാണെന്ന് വെക്കുന്നത്. പരിപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ജീരകവുമാണ് നല്ലോണം അരച്ചിട്ടുണ്ട്. റെഡിയാക്കി. കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം.
ഇതാണ് ഞാൻ ചോറ് എടുത്തേക്കുന്നത് കഴിക്കാൻ. ഉപ്പേരിയും കറിയും മാത്രമേ ഉള്ളൂ, വേറെ ഡിഷൊന്നുമില്ല. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.